മനുഷ്യർക്കിടയിലുള്ള പ്രശ്നപരിഹാരത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മത്തെക്കാളുമൊക്കെ പുണ്യമുള്ള പ്രവൃത്തി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. കഅബ പുനർനിർമ്മാണ സമയത്ത് ഹജറുൽ അസ്വദ് ആര് എടുത്തു വെക്കുമെന്നതിനെ ചൊല്ലി ഖുറൈശി നേതാക്കൾക്കിടയിലും മക്കയിലെ വിവിധ ഗോത്രങ്ങൾക്കിടയിലും വലിയൊരു തർക്കം രൂപപ്പെടുകയാണ്. അങ്ങനെ ആ തർക്കം 3-4 ദിവസത്തോളം നീണ്ടു നിന്നു. ആര് വെക്കുമെന്നതിൽ ഇപ്പോഴും തീരുമാനമായി. അങ്ങനെ അവസാനം അവരെല്ലാവരും ഒരു കാര്യം പ്രഖ്യാപിച്ചു. അടുത്തതായി ഹറമിലേക്ക് ആരാണോ കടന്നു വരുന്നത് അവർ തന്നെ അതിലൊരു തീരുമാനം പറയട്ടെ. അങ്ങനെ കടന്നു വന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ വലിയ യുദ്ധത്തിലേക്ക് എത്തിച്ചേരുന്നൊരു വിഭാഗമാണ് ഇവർ. സൂക്ഷ്മമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈകൊള്ളും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം പറഞ്ഞു. നേരെ ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. അതിലേക്ക് ഹജറുൽ അസ്വദ് ഇറക്കി വെക്കാൻ കൽപ്പിച്ചു. എല്ലാ ഗോത്രത്തിൻ്റെ നേതാക്കന്മാരോടും അതിൻ്റെ ഓരോ തലപ്പുകളിൽ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഉയർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ലവിടെ സ്ഥാപിക്കുകയും ചെയ്തു. നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മത്തെക്കാളും ഒക്കെ പുണ്യമുള്ള പ്രവൃത്തിയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്താൻ കാരണം ഇത്തരം ആരാധനാകർമ്മങ്ങളുടെയൊക്കെ ഗുണവും ഉപകാരവും ആ വ്യക്തികളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. മനുഷ്യർക്കിടയിലുള്ള പ്രശ്നപരിഹാരം എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഒന്നടങ്കം ആവശ്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിനായി കളവ് പറയൽ വരെ ഇസ്ലാം അനുവദനീയമാക്കിയത്. ഇത്തരം പ്രോബ്ലം സോൾവേഴ്സ് നമുക്കൊക്കെ ആവശ്യമാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് ആ വിഷയത്തെ കൂടുതൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും രമ്യമായ രീതിയിൽ പരിഹരിക്കാനാണ് നാം ഇവരും മുന്നോട്ട് വരേണ്ടത്.